ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടിക്കറ്റ് ഫിനാലയിലെ 9ാമത്തെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ ഗാർഡൻ ഏരിയയിൽ ജിൻഡോയും ഋഷിയും തമ്മിൽ സംസാരിക്കുകയാണ്. ഋഷിയോട് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തതാണ്, നന്ദന ജയിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വിട്ടുകൊടുത്തതാണെന്ന് അവിടെ ഋഷിയോട് ജിൻഡോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതേ കാര്യം തന്നെ ഞാൻ ഇന്നലെ സായിയോട് പറഞ്ഞിരുന്നു. നന്ദനയ്ക്ക് ഒരു പോയിന്റ് കിട്ടുന്ന രീതിയിലേക്ക് കളി കൊണ്ടുപോകണം, കാരണം നന്ദനയ്ക്ക് ഇതുവരെ ആയിട്ട് ഒരു പോയിന്റും ഇല്ല എന്ന രീതിയിൽ ഇന്നലെ ഞാൻ ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ ജിൻഡോ ഒന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവസാന റൗണ്ടിൽ എത്തിയത് സായിയും അതോടൊപ്പം തന്നെ ജിൻഡോയും നന്ദനയും സിജോയുമാണ്. ഇവര് ജിൻഡോയെ ഔട്ടാക്കിയെങ്കിലും ഇവിടെ നന്ദനയ്ക്ക് അവർക്ക് ഫസ്റ്റ് 1ാം സ്ഥാനം കൊടുക്കാമായിരുന്നു. അവർക്ക് മനസ്സിൽ തോന്നിയില്ല, ഒരു പെങ്ങളുകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് ഉള്ളിൽ നിന്ന് അവർക്കൊരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ജിൻഡോ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം പ്രേക്ഷകർ കാണുന്നതാണെന്നും കൂടെ ജിൻഡോ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജിൻഡോ പറഞ്ഞത് സത്യം തന്നെയാണ്. ജിൻഡോ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ ദിനംപ്രതി എന്താ പറയാ സത്യമായി മുന്നോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു പെങ്ങളുകുട്ടി എന്ന് പറയുന്ന ആളായിരുന്നെങ്കിൽ അവർക്കത് ചെയ്യാമായിരുന്നു. അവർക്ക് 1ാം സ്ഥാനം കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ 2ാം സ്ഥാനം കൊടുക്കാമായിരുന്നു. ഇവിടെ ഈ പോയിന്റ് കേടിയോണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഇവിടെ സിജോയ്ക്ക് 3 കിട്ടിയിട്ടോ സായിക്ക് 3 കിട്ടിയിട്ടോ നന്ദനയ്ക്ക് 3 കിട്ടിയാലും ഒരു പ്രയോജനമില്ല. എന്നാൽ ആ 3 പോയിന്റ് നന്ദന കിട്ടിയായിരുന്നെങ്കിൽ അതിലൊരു സന്തോഷമായിരുന്നു. കാരണം ഇതുവരെ ആയിട്ട് അതിനൊരു പോയിന്റ് പോലും ഇല്ലായിരുന്നു. 1 കിട്ടിയിട്ട് തന്നെ അതിൽ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ ഒരു 3ഓ 2ഓ കിട്ടിയാൽ നല്ല സന്തോഷമായിരിക്കും. പക്ഷെ അതിന് ഈ ആങ്ങളമാര് കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. ആങ്ങളമാരെന്താ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി ആങ്ങളമാരത് എടുത്തു എന്ന് തന്നെ പറയാം. ഇത് തന്നെയായിരുന്നു ജിൻഡോയും പറഞ്ഞു. ആങ്ങളമാരാണെങ്കിൽ ആത്മാർത്ഥ സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ രീതിയിൽ കളിച്ചേനെ. ഇവിടെ ജിൻഡോയുടെ ബാഗ് സായി വലിച്ചു കീറിയ സമയം കൊണ്ട് ഇവിടെ ഇവിടെ സിജോയുടെ ബാഗ് ജിൻഡോയ്ക്ക് വലിച്ചു കീറാനുള്ളതേ ഉള്ളൂ. അത്രയും പവറും ഇതുള്ള ആളല്ലേ. ഇവിടെ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അവിടെ ടാസ്കിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ടാസ്കിൽ അഭിഷേക് കാണിച്ച ഒരു കാര്യമുണ്ട്, വലിച്ചിങ്ങനെ തോളി കുടിച്ചിട്ട് വലിച്ചൊരു ഏറുണ്ട്. ആ സീലടിക്കാൻ വരുന്ന മുഖമുദ്ര എന്ന് പറഞ്ഞ ടാസ്കിനിടെ അത് ജിൻഡോ ആയിട്ടാണ് അത് ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞു പോകാത്തതും വിഷയം ഉണ്ടാക്കാത്തതും. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അവിടെ അതൊരു വിഷയമാക്കി അത് വലിയൊരു ഫിസിക്കലിലേക്ക് പോയേനെ അത്. പക്ഷെങ്കിൽ അവിടെ ജിൻഡോ എന്ത് ചെയ്തു, ക്ഷമിച്ചു കൊടുത്തത്. എപ്പോഴും ഇതുപോലാണ്. ആരുടെ നേരത്തിൽ ബഹളം ഉണ്ടായാൽ പോയി കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അവിടെ വെച്ച് തീർക്കും. അതൊരു മനുഷ്യനാണ്, ആ മനുഷ്യത്വമാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേക്ഷകർ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത്. അതിനിപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവസാനം വന്നിട്ട് ഇപ്പൊ ഈ ബെഡിൽ കിടന്നിട്ട് നന്ദനയോട് അഭിഷേക് വന്ന് പറയുക, ഇപ്പൊ ജിൻഡോ സെന്റിമെന്റ് ഇറക്കി കളിക്കുന്നുണ്ട്, നിനക്ക് അറിഞ്ഞുകൊണ്ട് വിട്ടു തന്നാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ന് എല്ലാവരോടും പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അഭിഷേക് അവിടെ നന്ദനയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പരദൂഷണം പറയുന്നത് ഒന്ന് അഭിഷേക്, ഒന്ന് സായി. ഇതിന്റെ കുറിച്ച് സായി പറയുന്ന പരദൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 1.5-1.25 പരദൂഷണമാ. അതുപോലെ തന്നെ ഇപ്പൊ അഭിഷേക് എന്താ അഭിഷേക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. സായിയും അഭിഷേകും കൂടെ കൂട്ടിയിട്ടാണ് അതിനകത്തെ ക്രിമിനൽ വേലകളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ. എന്നാൽ ജിൻഡോയ്ക്ക് നേരെ നിന്നതൊന്നും പറയത്തുമില്ല. നേരെ നോക്കുമ്പോ ഈ സായിയൊക്കെ നല്ല തങ്കക്കൂടമായ ആൾക്കാരെ പോലെ ആ ജിൻഡോയോട് സംസാരിക്കുന്നത്. അതായത് നേരെ നിന്ന് നല്ലത് പറയുകയും പുറകിൽ നിന്ന് കുത്തുകയും ഈ കട്ടപ്പാട സ്വഭാവം, ആ സംഭവമൊക്കെ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഇവർക്കുള്ളത്. മുന്നിൽ നിന്ന് കളിക്കാൻ ഇവർക്ക് അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും